Hi guys, welcome to my new video, and today we are going to learn labor cost. This is also an important chapter for the BCom students. So let's have a look of it. Okay, labor cost എന്ന് പറഞ്ഞാൽ labor cost. Labor എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. Labor cost എന്തായിരിക്കും എന്നുള്ളത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ആൾ or the human power അതാണ് നമ്മുടെ labor cost. So ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ആളുകളുണ്ട്, അവരുടെ കുറച്ച് ഫോർമുല ഉണ്ട്. ആ ഫോർമുലയിൽ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ടൈലർ, മെറിക്, ഹാൽസെ ആൻഡ് റോവൻ. ഈ നാല് ആളുകളുടെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടൈലർ, മെറിക്, ഹാൽസെ, റോവൻ. സോ നമുക്ക് ഫസ്റ്റ് ആൾ നോക്കാം. ടൈലറിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, അത് പറയുന്നതിന് മുമ്പ് ഒരു സംഭവം പറയാനുണ്ട്. ടൈം റേറ്റ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റം. ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ പെർ അവറിന് എത്ര ടൈം, പെർ അവറിന് എത്ര റേറ്റ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ 1 hour വർക്ക് ചെയ്താൽ 10 rupees ആണെങ്കിൽ 5 hours വർക്ക് ചെയ്താൽ 50 rupees. അതാണ് per hour basis or hourly basis. Second one is piece rate. Piece rate എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5 rupees ആണെങ്കിൽ 5 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 25 rupees. So unit in the base angle piece rate, it means per piece. Hourly rate means, or hour rate is per hour. Hourly rate and piece rate. So നമ്മൾ differential piece rate ആണ് പഠിക്കാൻ പോകുന്നത്. And the first person is Taylor. Okay, നോക്കുക. Taylorന്റെതാണ്. Taylorന്റെ differential piece rate system എങ്ങനെയാ നോക്കുക. If the worker is inefficient, 80% of the piece rate. If the worker is efficient, 120% of the piece rate. വർക്കർ ഇൻഎഫിഷ്യന്റ് ആണ്, ലൈക്ക് ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ കൊടുത്തിട്ട് ആ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ വർക്കർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 80% ഓഫ് ദി പീസ് റേറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ ടോട്ടൽ 100 യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്ഥലത്ത് ജസ്റ്റ് ഒരു 80 or 90 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വർക്കർക്ക് പറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇൻഎഫിഷ്യന്റ് ആണ്, 80% ഓഫ് ദി പീസ് റേറ്റ് കിട്ടും. ബട്ട് 100-നേക്കാൾ ഒരൊറ്റൊന്ന് കൂടുതൽ 101 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എഫിഷ്യന്റ് ആണ്, 120% ഓഫ് ദി പീസ് റേറ്റ്. ഇനി ഇത് പ്രോബ്ലത്തിലേക്ക് നമുക്ക് നോക്കാം. പ്രോബ്ലത്തിലേക്ക് കടന്നിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദി പ്രോബ്ലം ഓൺ സ്ക്രീൻ. Okay guys, ഇനി ശ്രദ്ധിക്കാനുള്ള സംഭവമുണ്ട്. ടൈലറിൽ മാത്രമല്ല, മെറിക്കിലോ ഹാൽസെ, റോവൻ ആരുതായാലും നമുക്ക് ഇഫ് ഇൻ കേസ് പീസ് റേറ്റ് തന്നിട്ടില്ല, ടൈം റേറ്റും പീസ് റേറ്റും ഞാൻ പറഞ്ഞല്ലോ, പീസ് റേറ്റ് തന്നിട്ടില്ല ബട്ട് ടൈം റേറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇഫ് പീസ് റേറ്റ് ഈസ് നോട്ട് ഗിവൺ ആൻഡ് ടൈം റേറ്റ് ഈസ് ഗിവൺ. ടൈം റേറ്റ് തന്നിട്ടുണ്ട്, പീസ് റേറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പീസ് റേറ്റ് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ നോർമൽ ടൈം റേറ്റ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ. ഇവിടെ എഴുതി വെക്കുക, പീസ് റേറ്റ് equal to normal time rate divided by standard units per hour. Normal time rate question തന്നിട്ടുണ്ടാവും, standard units per hour ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. per hour നോക്കുക, per hour എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, standard units per hour. ഇനി ക്വസ്റ്റ്യനിൽ എങ്ങനെ അത് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമുക്ക് തരേണ്ട ഡാറ്റ ഫുൾ അവർ തന്നിട്ടുണ്ട്, ഡേറ്റ തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് പെർ അവർ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ടൈം പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. അപ്പൊ ടൈലറിന്റെതാണ്, എങ്ങനെയാണ് ടൈലറിന്റെ എന്നുള്ളതും കൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടൈലറിന്റെ ആലോചിച്ച് വെക്കേണ്ട ഈ ക്വസ്റ്റ്യനിൽ എല്ലാം തന്നിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് എ പ്രൊഡ്യൂസ് 1300 യൂണിറ്റ്സ് പെർ ഡേ, ബി പ്രൊഡ്യൂസ് 1500 യൂണിറ്റ്സ് പെർ ഡേ. ഞാൻ എൻ്റെത് മാത്രമേ കാണിക്കുള്ളൂ, ബിന്റെ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെത് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ കാണിച്ചു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് പീസ് റേറ്റ് തന്നിട്ടില്ല. പീസ് റേറ്റ് തന്നിട്ടില്ലെങ്കിലുള്ള ഫോർമുല നമ്മൾ നേരത്തെ എഴുതി വെച്ചു, നോർമൽ ടൈം റേറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ. ഇങ്ങനെയാണ് പീസ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് പീസ് റേറ്റ് കണ്ടുപിടിക്കാം. പീസ് റേറ്റ് എത്ര നമുക്ക് വേണ്ടത് നോർമൽ ടൈം ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ ആയിരുന്നു. നോർമൽ ടൈം എന്ന് പറയുന്നത് 1.8 ക്വസ്റ്റ്യനിൽ നോർമൽ ടൈം റേറ്റ് എന്ന് പറയുന്നത് ₹1.8 നേരെ തന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ബട്ട് ഇവിടെ തന്നത് സ്റ്റാൻഡേർഡ് ടൈം പെർ യൂണിറ്റ് 20 സെക്കൻഡ്സ്. നമുക്ക് വേണ്ടത് ഒരു അവറിലേക്കുള്ളതാണ്, പക്ഷേ 20 സെക്കൻഡ്സിനാണ് തന്നത്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം, എങ്ങനെ അവറിലേക്ക് മാറ്റാം. 20 സെക്കൻഡ്സോടെ നമ്മൾ 1 യൂണിറ്റ് ഉണ്ടാക്കും. 1 യൂണിറ്റ് ഉണ്ടാക്കാൻ 20 സെക്കൻഡ്സ്. സോ 1 മിനിറ്റിൽ എത്ര സെക്കൻഡ്സ് ഉണ്ടാക്കും? 20 സെക്കൻഡ്സ് ആണ്
1 യൂണിറ്റ് ഉണ്ടാക്കാൻ 20 സെക്കൻഡ്സ് ആണ്. 1 മിനിറ്റിൽ എത്ര ഉണ്ടാക്കും? 20 സെക്കൻഡ്സ്, 40 സെക്കൻഡ്സ്, 60 സെക്കൻഡ്സ്. 60 സെക്കൻഡ്സ് എന്ന് പറയുന്നതാണ് 1 മിനിറ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കുക? 60/20 ചെയ്താൽ 3 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. 1 മിനിറ്റിൽ 3 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. 1 അവറിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും? 1 അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ്സ് ആണ്. 1 മിനിറ്റിൽ 3 യൂണിറ്റ് ആണെങ്കിൽ 60 മിനിറ്റ്സിൽ എത്ര ഉണ്ടാക്കാം? 3 × 60 180 യൂണിറ്റ്സ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 20 സെക്കൻഡ്സ് ആണ് 1 യൂണിറ്റ് ഉണ്ടാക്കാൻ എന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ എത്ര ഉണ്ടാക്കാൻ നോക്കാം. 1 മിനിറ്റിൽ 20 സെക്കൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ 20 സെക്കൻഡ്സ് 40 60 സെക്കൻഡ്സ് ആണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. 3 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 60/20 ചെയ്താൽ കിട്ടും 3 യൂണിറ്റ്സ്. 1 അവറിൽ ഉണ്ടാക്കാൻ 60 മിനിറ്റ്സ് എന്ന് പറയുന്നതാണ് 1 അവർ. 1 മിനിറ്റിൽ 3 യൂണിറ്റ്സ് ആണെങ്കിൽ 3 × 60 ചെയ്താൽ 180 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ is 180. 1.8/180 is equal to 0.01 rupees. 0.01 എന്ന് പറഞ്ഞാൽ 1 പൈസ. 0.01. ഓക്കേ. ഓക്കേ. ഇനി നമുക്ക് നോക്കാനുള്ളത് A produced 1300 units. A produce ചെയ്തത് 1300 units ആണ്. ആ 1300 units എന്ന് പറയുന്നത് efficient ആണോ അല്ലെങ്കിൽ inefficient ആണോ എന്നുള്ളത് നോക്കണം. സ്റ്റാൻഡേർഡ് ആണോ അല്ലെങ്കിൽ അപ് ടു സ്റ്റാൻഡേർഡ് ഇല്ലേ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവറിൽ നമ്മൾ കണ്ടുപിടിച്ചു 180. ഒരു മണിക്കൂറിനാണ് 180 യൂണിറ്റ്സ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് മീൻസ് 180 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ for 8 hours ആണ് ടോട്ടൽ വർക്ക് ചെയ്യുന്നത്. 8 hours എത്ര ആണ്? for 8 hours 180 × 8 that is 1440 യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1440 യൂണിറ്റ്സ് ആണ്. പക്ഷേ A ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1300 യൂണിറ്റ്സ് ആണ്. അപ്പോൾ എന്തായാലും ബിലോ സ്റ്റാൻഡേർഡ് ആണ് ഓർ ഇൻഎഫിഷ്യന്റ് ആണ്. ഇൻഎഫിഷ്യന്റ് ആണെങ്കിൽ എങ്ങനെ കൊടുക്കേണ്ടി? if inefficient ആണ് 80% of piece rate. So piece rate നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. piece rate എത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്? 80% of piece rate means 0.01 into 80%. Okay? നോക്കുക, inefficient ആണ് നമ്മൾ പറഞ്ഞു. 0.01 into 80% അടിച്ചാൽ 0.008 കിട്ടും. 0.008 എന്ന് പറഞ്ഞാൽ പെർ പീസ് ആണ്. ഒരൊറ്റ പീസിനാണ് 0.008 ഓർ ഒരൊറ്റ യൂണിറ്റിനാണ് 0.008. A 1300 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1300 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പെർ യൂണിറ്റിന് 0.008 ആണെങ്കിൽ 1300 യൂണിറ്റ്സ് 1300 into 0.008 is 10.4. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. B ന്റെ നിങ്ങൾ കണ്ടുപിടിക്കണം. B ന്റെ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കുമ്പോൾ 120% ആയിരിക്കും ഇട്ട് കൊടുക്കേണ്ടത്. കാരണം B ന്റേത് എബോവ് എഫിഷ്യൻസി ആണ് ഓർ എഫിഷ്യന്റ് ആണ്. ഇവിടെ 120% ഇട്ട് കൊടുക്കുക. 120% ഓഫ് പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 0.01 into 120% ഇട്ട് കൊടുത്താൽ ബാക്കിയുള്ളത് ചെയ്യാം. B ന്റേതാണ് ഞാൻ പറഞ്ഞത്. A ന്റേത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. B ന്റെ നിങ്ങൾ സ്വന്തം ചെയ്യാം. മെറിക്കിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ്. ടൈലർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലായി വിചാരിക്കുന്നു. മെറിക് ആണ്. മെറിക്കിന്റെ നോക്കുക. മെറിക്കിന്റെ പ്ലാൻ നോക്കുക. up to 83% of production. 83% എത്ര പ്രൊഡ്യൂസ് ചെയ്യണോ അതിന്റെ 83 പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നോർമൽ പീസ് റേറ്റ്, നോർമൽ ആയിട്ട് എല്ലാവരും കൊടുക്കുന്ന പീസ് റേറ്റ് കിട്ടും. 83 to 100% ആണെങ്കിൽ 83%ന്റെ 100%ന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ 110% ഓഫ് പീസ് റേറ്റ് കിട്ടും. above 100% ഓഫ് പ്രൊഡക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ 120% ഓഫ് ദി പീസ് റേറ്റ്. ഇത് കോപ്പി ചെയ്ത് വെക്കുക, എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. സമം നോക്കുക. 83%, 83 to 100, above 100 എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എങ്ങനെ പ്രോബ്ലത്തിലേക്ക് ചെയ്യാന്നുള്ളത് കാണിച്ചു. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫിഷ്യൻസി എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. 83 up to 83 ലാണോ അല്ലെങ്കിൽ 83 to 100 ലാണോ above 100 ആണോ നമുക്ക് കണ്ടുപിടിക്കണം. എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ആണത് actual units produced divided by standard units. Actually ആ person or the worker എത്ര പ്രൊഡ്യൂസ് ചെയ്തോ divided by standard units എത്ര സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഉണ്ടോ into 100 ചെയ്താൽ നമുക്ക് എഫിഷ്യൻസി കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എന്നാലേ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുള്ളൂ. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമുക്ക് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് നമുക്ക് പെർ അവർ തന്നിട്ടില്ല. സോറി, സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ടോട്ടൽ എത്ര സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഉണ്ട് തന്നില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് is equal to 6 per hour ആണ് തന്നത്. 6 per hour.
ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് 8 ആണ്. Total hours is equal to 8 hours. So standard unit is equal to 6 into 8. Per hour 6 units. 6 units per hour ആണ്. Total 8 hours ഉണ്ടെന്നുണ്ടെങ്കിൽ total 8 hours ൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും? 6 into 8 is equal to 48 units. Question നോക്കാം. 6 units per hour ആണ്. Total 8 hours ഉണ്ട്. Standard units എന്ന് പറയുന്നത് 6 into 8 is 48 units ആണ്. Actually നമ്മുടെ standard units. ഇനി നോക്കുക efficiency. ഞാൻ പറഞ്ഞു നേരത്തെ actual unit produced divided by standard units. Actually മോഹൻ പ്രൊഡ്യൂസ് ചെയ്തത് 32 units ആണ്. Standard units നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 48 units. So 32 divided by 48 into 100 is 66.67%. ഇപ്പോ ഏതിലാ വരിക എന്നുള്ളത് നോക്കട്ടെ. അപ് ടു 83 ലാണോ 83% to 100% ആണോ above 100% ആണോ? 66.67 ആയതുകൊണ്ട് തന്നെ അപ് ടു 83% ലാണ് ഉണ്ടാവുക. അപ് ടു 83%. Second one RAM produce ചെയ്ത 42 units ആണ്. So 42 divided standard units 48 into 100 87.5%. അത് എന്ന് പറയുന്നത് 83% to 100% എന്നതിലാണ് ഉണ്ടാവുക. And last but not the least Prasad 50 units produce ചെയ്തിട്ടുണ്ട്. അത് divided by 48 ചെയ്താൽ 104. അപ്പോൾ above ആണ് more than 100% ലാണ് വരിക is equal to above 100%. ശ്രദ്ധിക്കുക efficiency കണ്ടുപിടിച്ചിട്ടുള്ളൂ നമ്മൾ. efficiency കണ്ടുപിടിക്കാൻ actual units produced by the worker divided by standard units into 100. So ഏതിലാ വരിക നോക്കാം. ഇനി നമുക്ക് പീസ് റേറ്റ് ഓഫ് earnings എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കേ നോക്കാം. നമ്മുടെ മോഹന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 66.67 എഫിഷ്യൻസിയെ മോഹന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോ അപ് ടു 83% ലാണ് മോഹൻ വരിക. അപ് ടു 83% റൂൾ എന്ന് വെച്ചാൽ നോർമൽ പീസ് റേറ്റ്. നോർമൽ പീസ് റേറ്റ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ നേരിട്ട് നോർമൽ പീസ് റേറ്റ് തന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നോർമൽ പീസ് റേറ്റ് കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ ഫോർമുല എഴുതിയിട്ടുണ്ട്. നോർമൽ പീസ് റേറ്റിനെ നോർമൽ ടൈം റേറ്റ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ. നോർമൽ ടൈം റേറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ട് 1.2, സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ തന്നിട്ട് 6. So 0.2 ആണ് പീസ് റേറ്റ്. 0.2 ആണ് പീസ് റേറ്റ്. മോഹൻ പ്രൊഡ്യൂസ് ചെയ്തത് 32 യൂണിറ്റ്സ് ആണ്. പെർ യൂണിറ്റിന് 0.2 ആണ്. സോ 32 into 0.2 ചെയ്താൽ 6.4 rupees കിട്ടും. അതാണ് മോഹന്റെ എഫിഷ്യൻസി. ഇനി നമുക്ക് റാമിന്റെ എഫിഷ്യൻസി നോക്കാം. റാമിന്റെ എഫിഷ്യൻസി 87.5% ആണ്. റാമിന്റെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ചു. സോ 83% to 100% എന്ന് പറയുന്ന ടൈപ്പിലാണ് വരിക. അതിന്റെ റൂൾ എന്താ വെച്ചാൽ 110% ഓഫ് പീസ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ 0.2 നമ്മൾ പീസ് റേറ്റ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. into 110% വെച്ചാൽ 0.22 പെർ യൂണിറ്റിനാണ് 0.22. റാം പ്രൊഡ്യൂസ് ചെയ്തത് 42 യൂണിറ്റ്സ് ആണ്. സോ 42 into 0.22 ചെയ്താൽ ₹9.24 കിട്ടും റാമിന്റെ earnings. അത്രയും earning റാമിന്. ഓക്കേ ഇനി പ്രസാദിനെ നോക്കാം. പ്രസാദിന്റെ എഫിഷ്യൻസി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 104.17% ആണ്. സോ above 100% ലാണ് വരിക. അതുകൊണ്ട് 120% of the piece rate ആണ് റൂൾ. above 100% ആണെങ്കിൽ സോ പീസ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 0.2 into 120% means 0.24. പ്രസാദ് പ്രൊഡ്യൂസ് ചെയ്തത് 50 യൂണിറ്റ്സ് ആണ്. സോ earnings എന്ന് പറയുന്നത് 50 into 0.24 that is ₹12. ഓക്കേ ഇനി നമുക്ക് ലാസ്റ്റ് രണ്ടാളും കൂടെ ഉണ്ട്. ഹാൽസെ റോവൻ. ഹാൽസെന്റെ ഫോർമുല എന്താ നോക്കാം. h into r plus 50% of s minus h into r ഉം റോവൻ h into r plus s minus h divided by s into h into r. h എന്ന് പറഞ്ഞാൽ ആക്ച്വലി വർക്കർ എടുത്ത അവർ ആണ് h. s എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അവർ നമ്മൾ ഫിക്സ് ചെയ്ത അവേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് അവേഴ്സ്. r എന്ന് പറയുന്നത് റേറ്റ് ആണ്. ഇനി നമുക്ക് ഒരു സെയിം ക്വസ്റ്റ്യനിൽ രണ്ടും കൂടെ ചെയ്യാൻ നമുക്ക് ഹാൽസെയും റോവനും കൂടെ ചെയ്താൽ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ അത് കംപ്ലീറ്റ് ആക്കാം. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സ്ക്രീനിലെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കേ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഞാൻ എന്റെ മാത്രമേ കാണിച്ചുള്ളൂ. ബിയും സിയും നിങ്ങൾ ചെയ്യണം. h നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ h കണ്ടുപിടിക്കുക, s കണ്ടുപിടിക്കുക, r കണ്ടുപിടിക്കുക. h എന്ന് വെച്ചാൽ നേരത്തെ ഈ ആക്ച്വൽ അവേഴ്സ് a 45 hours ആണ് എടുത്തത് a. പിന്നെ s എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് അവേഴ്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്
50 and rate per hour rupees 1 per hour ആണ് 50 എന്നത് rupees 1 per hour. ഇനി ഫോർമുല അപ്ലൈ ചെയ്യാം. h into r ഹാൽസെന്റോ റോവന്റോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹാൽസെ h into r plus 50% of s minus h into r. h into r means h നമ്മൾ എഴുതി 45, r എന്ന് പറയുന്നത് into 1 plus 50% നമ്മൾ നോർമൽ 50% s minus h 50 minus 45 into 1. ഇത് ചെയ്യുന്നത് തെറ്റിച്ചു കഴിഞ്ഞാൽ entire thing തെറ്റും. സോ ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യാം. നമുക്ക് ബ്രാക്കറ്റ്സ് ഓഫ് ചെയ്യാം. തന്നെ 50 minus 45 into 1 എന്ന് പറയുന്നത് 45 എന്നാണ് എടുക്കാം പ്ലസ് 50 into 50% അല്ല 50 minus 45 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതിന്റെ 50% എടുക്കുക. 5 ന്റെ 50% എന്ന് വെച്ചാൽ 2.5 എന്നിട്ട് ബ്രാക്കറ്റ് ഓഫ് ചെയ്യാം into 1. സോ 2.5 into 1. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മൈനസ് ചെയ്തിട്ട് അതിന്റെ 50% കണ്ടതിന് ശേഷം ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ 5 into 50% is 2.5 into 1 is 2.5. So 45 plus 2.5 is 47.5. ഇനി അടുത്ത നോക്കാം h into r plus s minus h divided by s into h into r. ഇതും അതുപോലെ തന്നെ ചെയ്യാം. h ഉം s ഉം ഒക്കെ നോർമൽ ആയിട്ടുണ്ട്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ 45 into 1 ചെയ്യാം. 45 തന്നെ ചെയ്യേണ്ടത് 50 minus 45 divided by 50 ചെയ്യാം. അതായത് 5 divided by 50 ഇത് മൈനസ് ചെയ്താൽ 5 divided by 50 into 45. ഈ ഒരു പോർഷൻ ഈ കംപ്ലീറ്റ് പോർഷൻ ചെയ്തതിനു ശേഷം ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്ന കംപ്ലീറ്റ് തെറ്റും. സോ 5 divided by 50 ചെയ്യാം കാൽക്കുലേറ്ററിൽ into 45 അടിക്കാം. ആ ആൻസർ ആണ് 4.5. അതിന്റെ കൂടെ 45 അടിക്കാം. 45 plus 4.5 is 49.5. കംപ്ലീറ്റ് ആയി. ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. 4 മാർക്സിനല്ലേ ഷോർട്ടസ്റ്റ് ആയിട്ട് നല്ലോണം ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള പ്രോബ്ലം ആണ്. ഹാൽസെ റോവൻ ഒന്നുമില്ല, സിമ്പിൾ ആണ്. h കണ്ടുപിടിക്കുക, s കണ്ടുപിടിക്കുക, r കണ്ടുപിടിക്കുക, ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഓക്കേ, ലേബർ എന്ന പറയുന്ന ചാപ്റ്ററും കഴിഞ്ഞു. നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ലേബർ ഉണ്ട്. ഇനി 2 or more ചാപ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ. ആ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിൽ ഉണ്ടാവും. ഓരോ ചാപ്റ്റർ ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇറക്കും ഇൻഷാല്ലാ. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ചിലപ്പോൾ മൊഡ്യൂൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈച്ച് ആൻഡ് എവറി മൊഡ്യൂളിൽ ഞാൻ ഈ പഠിപ്പിച്ചു തന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ് ഉണ്ടാവുന്നത്. സോ മൊഡ്യൂൾ എന്ന് കണ്ടിട്ട് ഇത് വേറെയാണോ എന്ന് വിചാരിക്കേണ്ട. മൊഡ്യൂൾ ആണെങ്കിലും ചാപ്റ്റർ ആണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ചിലപ്പോൾ എന്തെങ്കിലും പ്രിന്റിംഗ് മിസ്റ്റേക്കോ റൈറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. 7356102202 വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ഓർ വോയിസ് മെസ്സേജ് വിട്ടാൽ മതി. ഫർദർ ക്വസ്റ്റ്യൻസ് വേണ്ടവരും വോയിസ് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് വിടുക. നമ്മൾ മെയിൽ അയച്ചു തരും. വാട്സാപ്പിൽ നമ്മൾ സ്ക്രീൻഷോട്ട് ആക്കി അയച്ചു തരുന്നതാണ്. Okay guys, this video is powered by ECLAT, which is the study center for CMA USA and CMA India. Thank you.